ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ യൂണിറ്റായ ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന പാഠഭാഗമാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, എന്താണ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകൾ അല്ലേ. P/Q എന്ന ഫോമിലെ 1/2, 2/3 അങ്ങനെ P/Q അല്ലെ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് വരുന്ന ആ ഒരു ഫോമിൽ വരുന്നതിനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് അല്ലെ, ഭിന്നസംഖ്യകൾ. അതായത് സപ്പോസ് ഇത് നമ്മുടെ ഒരു കേക്ക്, ഈ കേക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്, രണ്ടായിട്ട് ഈക്വലായിട്ട് മുറിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയുക അല്ലെ, ഒരു കേക്ക് അതിനെ രണ്ടായിട്ട് മുറിച്ചു, 1/2, ഇതിൻ്റെ ഹാഫ് ആണല്ലേ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയാണ്, ഹാഫാണ്. അതായത് ഈ ഒരു കേക്കിൻ്റെ അരഭാഗം അല്ലെ, ഹാഫ്. അപ്പോൾ 2 പേർക്കാണ് നമുക്ക് ഈ കേക്ക് കൊടുക്കേണ്ടതെങ്കിൽ രണ്ടാൾക്ക് ഹാഫ് ആക്കി കൊടുക്കാം. ഇനി 3 പേർക്ക് നമുക്കൊരു കേക്ക് കൊടുക്കണം. ഈ ഒരു കേക്കാണുള്ളത്. അപ്പോൾ 3 പേർക്ക് കൊടുക്കണമെങ്കിൽ നമ്മളെങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ഭാഗം 2 ഭാഗം ഈക്വലായിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഇതിൽ ഒരു ഭാഗം ഈക്വലായിട്ടാണ്. അപ്പോൾ ഒരു ഭാഗം ഒരാൾക്ക്, അടുത്ത ഭാഗം ഒരാൾക്ക്, അടുത്തൊരു ഭാഗം. അപ്പോൾ 3 ആൾക്ക് ഈക്വലായിട്ട് കിട്ടി. അതായത് 1/3 അല്ലേ. 3 ഭാഗമാക്കി ആ 3-ൽ ഒരു ഭാഗമാണ് ഒരാൾക്ക് കിട്ടുക. ഒരാൾക്ക് കിട്ടുന്ന കേക്കിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 1/3. ഒരു കേക്ക് 4 ആൾക്ക് ഡിവൈഡ് ചെയ്യണം. 4 ആൾക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 4 ആയിട്ട് മുറിക്കണം അല്ലേ. 4 ആയിട്ട് ഈക്വലായിട്ട് മുറിക്കണം. അപ്പോൾ ഓരോരുത്തർക്കും ഒരാൾക്ക് ഈ ഒരു ഭാഗം കിട്ടും, മറ്റാൾക്ക് ഈ ഭാഗം, അങ്ങനെ 4 ആൾക്ക് ഈക്വലായിട്ട് കിട്ടും. അത് ഒരാൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു കേക്കിൻ്റെ 4-ൽ ഒരു ഭാഗമാണ് 1/4 അല്ലേ. 4 ഭാഗമാക്കി ആ 4-ൽ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തിനാണ് 1/4 എന്ന് പറയുന്നത്. 4 ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആളുകളുടെ എണ്ണം താഴെ 4 ആൾക്ക് ഓരോന്ന് വീതം അല്ലേ, 1/4. ഇവിടെ 3 ആൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ 1/3 അല്ലേ. അപ്പോൾ ആളുകളുടെ എണ്ണം ഇവിടെ 2 ആൾക്ക് നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2 ആയിട്ട് മുറിക്കണം അല്ലേ. അപ്പോൾ 1/2. അപ്പോൾ ആളുകളുടെ എണ്ണം എത്ര ആളുണ്ടോ അതാണ് നമ്മൾ താഴെ എഴുതേണ്ടത്. അതായത് ഡിനോമിനേറ്റർ. മുകൾ ഭാഗത്ത് എന്താണ് പറയുക, ന്യൂമറേറ്റർ, അംശം, ഛേദം. 3 ആളുകൾക്ക് വീതിക്കണം, 2 കേക്കുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ വീതിക്കും? 2 കേക്ക് 2 ആൾക്കാണെങ്കിൽ ഓരോന്ന് വീതം എടുക്കാമായിരുന്നു. ഇവിടെ 3 ആളുണ്ട്. അപ്പോൾ നമ്മൾ 3 ആളുണ്ടായതുകൊണ്ട് തന്നെ ഒരു കേക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു കേക്കിൽ നിന്ന് ഓരോ കഷ്ണം ഓരോരുത്തരെടുക്കുക. രണ്ടാമത്തെ കേക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പീസ് വീതം ഓരോരുത്തരെടുക്കുക. നമ്മൾ ആദ്യത്തെ കേക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടാമത്തെ കേക്കും എത്ര ആളുണ്ടോ അത്ര എണ്ണം ആക്കിയിട്ടാണ് നമ്മൾ കേക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ കേക്കിൽ നിന്ന് ഒരു പീസ് ഇയാൾക്ക് കൊടുക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് പീസ് അടുത്ത ആൾക്ക് കൊടുക്കുക, നെക്സ്റ്റ് പീസ് അടുത്ത ആൾക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ഈ കേക്കും അതുപോലെ തന്നെ 3 ആയിട്ട് 3 പേർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരാൾക്ക് കിട്ടുന്നത്, ഒരു പേഴ്സണിന് എത്രയാണ് കിട്ടുന്നത്, ഈ ഒരു കേക്കിൻ്റെ ഒരു ഭാഗമാണ്. അതായത് 3-ൽ 1 3 പീസാക്കുന്നതിൽ ഒരു ഭാഗമാണ്. അതായത് 1/3 ആണ്. അടുത്ത ആൾക്ക് എത്രയാണ് കിട്ടുന്നത്, 1/3 ആണ്. ഈ കേക്കിൻ്റെ അടുത്ത ആൾക്കും 1/3 ആണ്. അതുപോലെ തന്നെ ഈ കേക്കിൻ്റെയും 1/3 കിട്ടും. നെക്സ്റ്റ് ഈ കേക്കിൻ്റെ അടുത്ത ആൾക്കും 1/3. അങ്ങനെ 3 ആൾക്കും 3-ൽ ഒരു ഭാഗമാണ് കിട്ടുന്നത്. അപ്പോൾ എത്ര ആളുണ്ടോ അതിനനുസരിച്ചാണ് നമ്മളൊരു കേക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്, ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾക്ക് ഈ 2 കേക്കിൽ നിന്നും എത്ര കിട്ടി, 1/3 + 1/3 എത്രയാണ്, 2/3. ഫസ്റ്റുള്ള ന്യൂമറേറ്റർ 2 ആഡ് ചെയ്യുക, 1 + 1. ഡിനോമിനേറ്റർ സെയിം ആണല്ലേ. അപ്പോൾ അത് 2/3 ആ സെയിം ആയിട്ടുള്ള നമ്പർ എഴുതുക. അതായത് ഈ കേൾക്കുന്ന ഒരു 1/3, ഈ കേൾക്കുന്ന ഒരു 1/3 അല്ലേ. അതായത് ഇവിടുന്ന് ഒരു പീസ്, ഇവിടുന്ന് ഒരു പീസ്. അപ്പോൾ 1 ഉം 1 ഉം 2 അല്ലേ, 2/3 അല്ലേ. 3-ൽ 2 ഭാഗം ഒരാൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഒരാൾക്ക് 2 ഭാഗം കിട്ടുന്നുണ്ട്. അടുത്ത ആൾക്കും 3 ഭാഗമാക്കിയാൽ 2 ഭാഗം കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ആൾക്കും 2 ഭാഗം അല്ലേ. ഇതിന്നൊരു ഭാഗം, ഇതിന്നൊരു ഭാഗം. അങ്ങനെ 3 ആൾക്കും 2/3 ആണ് കിട്ടുന്നത്. അതായത് എന്താണ്, എത്ര കേക്ക് ഉണ്ട് അല്ലേ, 2 കേക്ക് ഉണ്ട് അല്ലേ. എത്ര ആൾക്കാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, 3 ആളുകൾക്കാണ്. അപ്പോൾ 3 താഴെ എഴുതുക, 2/3. അപ്പോൾ ആളുകളുടെ എത്ര ആൾക്കാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് താഴെ എഴുതുക. എത്ര പീസാക്കുന്നുണ്ട്, എത്ര കേക്ക് ഉണ്ട്, എത്ര സാധനം ഒബ്ജക്റ്റ് എത്ര ആണെന്നുള്ളത് മുകളിൽ എഴുതുക. ഓരോ 1 ലിറ്റർ ബോട്ടിൽ ക്യാനിൽ എന്താണ്, ഓരോ 1 ലിറ്റർ വാട്ടറോ മിൽക്കോ എന്തെങ്കിലും ഒരു ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവകമായിട്ടുള്ള ഒരു സാധനം, ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 1 ലിറ്റർ മിൽക്ക് ആക്കല്ലേ. 1 ലിറ്റർ മിൽക്ക് ആണെങ്കിൽ ഈ 1 ലിറ്റർ മിൽക്ക് നമ്മൾ എങ്ങനെയാണ് ഈ 4 പേർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 ആളുകളാണുള്ളത്. അപ്പോൾ ഓരോ ബോട്ടിലും നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കുക. നെക്സ്റ്റ് ബോട്ടിലും അല്ലേ 4 ആളാണുള്ളത്. അപ്പോൾ ഓരോന്നും 4 എണ്ണമായിട്ട് വീതിക്കുക അല്ലെ. 3 ആളാണെങ്കിൽ ഓരോന്നും 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോന്നിന്നും കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. 1 2 3 4 4 ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ ഒരാൾക്ക് ഇതിൽ ഒരു ഭാഗം കൊടുക്കുക. അടുത്ത ആൾക്ക് അടുത്ത ഭാഗം, അടുത്ത ആൾക്ക് അടുത്ത അങ്ങനെ 4 ആൾക്കും ഓരോ ഭാഗം വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് എത്രയാണ്, 1 ലിറ്റർ പാലിൽ നിന്ന് എത്രയാണ്, 1 ലിറ്റർ മിൽക്കിൽ നിന്ന് അതിൻ്റെ 4-ൽ ഒരു ഭാഗം അല്ലേ, 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു ഭാഗമാണ് ഒരാൾക്ക് കിട്ടുന്നത്. അതായത് 4-ൽ 1 1/4 അല്ലെ. അടുത്ത ആൾക്കും കിട്ടുന്നത് 1/4 ആണ്. അടുത്ത ആൾക്ക് അടുത്ത 1/4 അല്ലേ. എല്ലാവർക്കും 4-ൽ ഓരോ ഭാഗം വെച്ചിട്ട് ഓരോരുത്തർക്കും കൊടുക്കുക. പിന്നെ ഈ ആൾക്ക് തന്നെ അടുത്ത ലിറ്റർ അല്ലേ, അടുത്ത ലിറ്റർ മിൽക്കിന്ന് അല്ലേ, അടുത്ത 1 ലിറ്റർ മിൽക്കിന്നും ഇതിൽ ഒരു ഭാഗം കിട്ടി അല്ലേ. 4-ൽ ഒരു ഭാഗം കിട്ടും ഇയാൾക്ക് തന്നെ. ഇപ്പോൾ ഈ ഫസ്റ്റത്തെ ആൾക്ക് നമുക്ക് നോക്കാം. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ആൾക്കും കിട്ടുക. അതേപോലെ തന്നെ അടുത്ത ലിറ്ററിനും ഈ ഒരു ഭാഗം 4-ൽ ഒരു ഭാഗം കിട്ടും. അങ്ങനെ 3 എണ്ണത്തിൽ നിന്നും ഓരോ ഭാഗം വെച്ചിട്ട് ഒരാൾക്ക് കിട്ടും. അടുത്ത ആൾക്കും അതേപോലെ തന്നെ ഓരോ ഭാഗം കിട്ടും. നെക്സ്റ്റ് ആൾക്കും അടുത്ത 3-ാമത്തെ ഭാഗം, നെക്സ്റ്റ് ആൾക്കും അതേപോലെ തന്നെ 3 1/4 അടുത്ത ആൾക്കും കിട്ടും അല്ലേ. 3 1/4 കിട്ടിയെന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലേ, 3/4. 3 1/4
അല്ലേ 1 + 1 + 1 അല്ലേ 3 ഓരോന്ന് കിട്ടി, അതായത് 3 / 4 അല്ലേ 3 4. അതായത് എത്ര ആളുണ്ടോ ആ ആൾക്കാരുടെ എണ്ണം താഴെ എഴുതുക, 4 ആളുകൾ. എത്ര ബോട്ടിൽ, എത്ര കേക്ക് അല്ലേ, ആ ഒബ്ജക്റ്റിൻ്റെ എണ്ണം മുകളിൽ എഴുതുക, ന്യൂമറേറ്ററിൽ എഴുതുക അല്ലേ. 3 കേക്ക് അല്ലേ, 3 പാല് അല്ലേ, 3 ലിറ്റർ പാല് എത്ര ആൾക്കാണ്, 4 ആൾക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 എണ്ണത്തിനെയും 4 ആൾക്ക് 3/4 അല്ലേ, 4ൽ 3 ഭാഗം ഒരാൾക്ക് കിട്ടും അല്ലേ. ഒരു പേഴ്സണിന് കിട്ടുന്ന അളവാണ് ചോദിക്കുന്നതെങ്കിൽ അല്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻസിന് ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതാണ്. ഒരാൾക്ക് എത്ര കിട്ടും അല്ലേ, നമ്മൾ 4 ആൾക്ക് ഒരേപോലെ വീതിക്കുകയാണെങ്കിൽ, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും അല്ലേ. ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്നൊക്കെ ഓരോന്നല്ലേ, അപ്പോൾ 3/4 അല്ലേ, 4ൽ 3 ഭാഗം ഒരാൾക്ക് കിട്ടും അല്ലേ, 4ൽ 3 ഭാഗം അടുത്ത ആൾക്ക് കിട്ടും, 4ൽ 3 എണ്ണം അടുത്ത ആൾക്ക് കിട്ടും, 4 എണ്ണത്തിൽ ഈ 3 എണ്ണം അടുത്ത ആൾക്ക് കിട്ടും. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് 4ൽ 3 ഭാഗം, അതായത് 3/4. ബുക്കിലെ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അതായത് എത്ര ആൾക്കാരുണ്ടോ അല്ലെ, എത്ര ആൾക്കാണ് നമ്മൾ വീതിക്കുന്നത്, അത് ആളുകളുടെ എണ്ണം. ഇവിടെ 5 ആൾക്കാണെങ്കിൽ ഇവിടെ താഴെ 5 എഴുതുക, ഇവിടെ എത്ര ബോട്ടിൽ, എത്ര കേക്ക്, എത്ര സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് മുകളിൽ എഴുതുക. പേജ് നമ്പർ 96 നമ്മളിപ്പോൾ പഠിച്ചതിനോട് അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 3 കേക്ക്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമോങ് 4 പേഴ്സൺസ്. 3 കേക്ക് എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, 4 ആളുകൾക്ക് അല്ലേ. 3 കേക്ക് ഉണ്ട്, 4 ആളുകൾക്ക് ഈക്വൽ ആയിട്ട് സമാസമായിട്ട് ഡിവൈഡ് ചെയ്യണം. വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് എ കേക്ക് വുഡ് ഈച്ച് വൺ ഗെറ്റ് അല്ലേ, ഓരോരുത്തർക്കും ഒരാൾക്ക് കിട്ടുന്ന കേക്ക് എത്ര ഫ്രാക്ഷൻ എത്രയാണ് അല്ലേ, എത്രയാണ് അംശം, എത്ര കേക്കാണ് ഒരാൾക്ക് കിട്ടുന്നത്. ആ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം അല്ലേ, 3 കേക്ക് ഉണ്ട്, അപ്പോൾ കേക്കിൻ്റെ എണ്ണം മുകളിലെടുക്കുക അല്ലെ, എത്ര ആൾക്കാർ ഡിവൈഡ് ചെയ്യേണ്ടത്, 4 ആളുകൾക്കാണ്, അപ്പോൾ 3/4 അല്ലേ. ഫ്രാക്ഷൻ ആക്കിയിട്ടില്ലേ, അംശബന്ധാക്കിയിട്ട് എങ്ങനെ എഴുതാം, 3/4 അല്ലേ, 4 ആളുകൾക്കാണ്. അപ്പോൾ ആളുകളുടെ എണ്ണം താഴെ എഴുതുക. എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, എത്ര ആൾക്കാർക്കാണ് അല്ലേ, എത്ര എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് താഴെ അല്ലേ, എത്ര കേക്ക് ഉണ്ട്, എത്ര ഒബ്ജക്ട്സ് ഉണ്ട് എന്നുള്ളത് മുകളിൽ എഴുതുക. ഇതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് എ 3 meter ലോങ് റിബൺ ഈസ് കട്ട് ഇൻ ടു 4 ഈക്വൽ പീസസ്, വാട്ട് വുഡ് ബി ദി ലെങ്ത് ഓഫ് എ പീസ് ഇൻ എ മീറ്റർ. അപ്പം 3 മീറ്റർ ലോങ് ഉള്ള റിബണ് 4 ഈക്വൽ പീസാക്കണം, അതായത് 4 ആൾക്കാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് 4 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ. 3 മീറ്റർ ലോങ് ഉള്ള റിബണാണ്, അപ്പോൾ അതേപോലെ തന്നെ 3 എത്ര എണ്ണാക്കേണ്ടത്, 4 എണ്ണമാണ് ആക്കേണ്ടത്. അപ്പോൾ താഴെ 4 എത്ര എണ്ണമാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് ഡിനോമിനേറ്ററിൽ എഴുതുക, 3/4. ക്വസ്റ്റ്യനിൽ എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചത്, അപ്പോൾ നമ്മൾ 3/4 മീറ്റർ എന്ന് ആൻസർ ചെയ്തണം. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റിലുള്ളതിന് തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് 3 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമോങ് 4 persons, ഹൗ മച്ച് മിൽക്ക് വുഡ് ഈച്ച് ഗെറ്റ് ഇൻ ലിറ്റേഴ്സ്. അപ്പോൾ എത്ര ലിറ്റർ പാലാണ് ഒരാൾക്ക് കിട്ടുക അല്ലേ, ഓരോരുത്തർക്കും ഈച്ച് ഗെറ്റ്, ഓരോരുത്തർക്ക് എത്രയാണ് കിട്ടുക. അതായത് 4 ആളുകൾക്ക് എത്ര ലിറ്റർ മിൽക്കാണുള്ളത്, 3 ലിറ്റർ മിൽക്ക് 4 ആളുകൾക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4 ആൾക്കാർക്കാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, അപ്പോൾ 4 ആളുകളുണ്ട്, അപ്പോൾ 4 എന്നുള്ളത് നമ്മൾ താഴെ എഴുതും അല്ലേ. എത്ര ലിറ്റർ മിൽക്കാണുള്ളത്, 3 ലിറ്റർ മിൽക്കാണുള്ളത്, അത് മുകളിൽ എഴുതും. അപ്പോൾ 3 ലിറ്റർ മിൽക്ക് 4 ആളുകൾക്കാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, അപ്പോൾ 3/4 ലിറ്റർ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് എ 2 meter ലോങ് റോപ്പ് ഈസ് കട്ട് ഇൻ ടു 5 ഈക്വൽ പീസസ്. ഒരു 2 മീറ്റർ റോപ്പ് അല്ലെ, ഒരു കയറ് 2 മീറ്റർ ആണുള്ളത്, അത് 5 ഈക്വൽ പീസായിട്ട് 5 കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റണം. വാട്ട് വുഡ് ബി ദി ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഇൻ മീറ്റർ. അപ്പോൾ ഓരോ പീസിൻ്റെയും ലെങ്ത് മീറ്ററിലാണ് ചോദിച്ചത്. അതായത് 5 ഈക്വൽ പീസാക്കി ഒരാൾക്ക് എത്ര കിട്ടും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അല്ലേ, 5 എണ്ണം ആക്കിയിട്ടാണ് വീതിക്കുന്നത്. 2 മീറ്ററാണ് ഒരു കയറിൻ്റെ വലിപ്പം. 2 എന്നുള്ളത് മുകളിലും അല്ലെ, 5 ആൾക്കാണല്ലേ വീതിക്കേണ്ടത്, 5 പീസാക്കുകയാണ് വേണ്ടത്. അപ്പോൾ 5 എന്നുള്ളത് താഴ്ത്തും, അതായത് 2/5 മീറ്ററിലാണ് ചോദിച്ചത്, അപ്പോൾ മീറ്റർ എന്ന് എഴുതണം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, 4 kilograms ഓഫ് ഷുഗർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 packets ഓഫ് ദി സെയിം വെയ്റ്റ്. അപ്പോൾ 4 കിലോഗ്രാം ഷുഗർ അല്ലേ, നമ്മുടെ കേക്കിൻ്റെ എണ്ണം പോലെ തന്നെ 4 കിലോ ഷുഗറാണ് അല്ലേ, 2 കേക്ക് എന്നൊക്കെ പറയുന്നത് പോലെ 4 കിലോ. അപ്പോൾ എന്താണ് എണ്ണം എത്രയാണ്, 4 ആണ്. അത് എത്ര ആൾക്കാണ് വീതിക്കേണ്ടത്, 5 packets ആക്കേണ്ടത് അല്ലേ, 5 പാക്കറ്റ് ആക്കണം. 5 ആൾക്ക് വീതിക്കുന്നത് പോലെ തന്നെയല്ലേ, അപ്പോൾ 5 പാക്കറ്റ് ആക്കണം എന്ന് പറയുന്നത് 5 ആൾക്കാണ് കൊടുക്കേണ്ടത്. അതായത് 4/5 എത്രയിലാണ്, കിലോഗ്രാമിലാണ് ചോദിച്ചത്, അപ്പോൾ kg, കിലോഗ്രാം എന്ന് പറഞ്ഞാൽ കിലോഗ്രാം അല്ലേ, ഫസ്റ്റ് 2 ലെറ്റർ. 4/5 കിലോഗ്രാം, 4/5 kg എന്ന് കിട്ടും ആൻസർ. നെക്സ്റ്റ് ന്യൂ ഫ്രാക്ഷൻസ് അല്ലേ, പുതിയ ഫ്രാക്ഷൻസ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്, ന്യൂമറേറ്ററിലെ മുകളിൽ ചെറിയ സംഖ്യ ആയിരുന്നില്ലേ, 3/4 എന്ന് പറയുന്നതിൽ അല്ലേ, ഇതിൻ്റെ ക്യാൻസർ എന്താണ്, 3/4 ആയിരുന്നു അല്ലേ. അപ്പോൾ 3/4 എന്നുള്ളതിൽ മുകളിലെ നമ്പറാണ് ചെറുത് അല്ലേ, താഴെയാണ് വലിയ സംഖ്യ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ന്യൂ ഫ്രാക്ഷനിൽ എങ്ങനെയാണ്, മുകളിലെ ന്യൂമറേറ്റർ എന്താണ്, വലിയ സംഖ്യ വരുന്നത്, അതാണ് ന്യൂ ഫ്രാക്ഷൻസ്. അപ്പോൾ വലിയ സംഖ്യ വരുമ്പോൾ എന്താണ് പ്രത്യേകത, അതായത് നമ്മൾ കേക്കിൻ്റെ എണ്ണാണല്ലേ ഇവിടെ മുകളിലുള്ളത്, 3 കേക്ക് 4 ആളുകൾക്ക് വീതിച്ചു. ഇവിടെ നോക്കൂ, 3 കേക്ക് 2 ആളുകൾക്കാണ് വീതിക്കുന്നത്, അപ്പോൾ 3/2 എന്ന് വരും. അതായത് ചെറിയ സംഖ്യ താഴെയാണ് അല്ലേ, ഇവിടെ നോക്കൂ ചെറിയ സംഖ്യ മുകളിലായിരുന്നു. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. അതായത് നമ്മൾ പഠിച്ച മെത്തേഡിൽ 3/2 എന്ന് വരും അല്ലേ, അതെങ്ങനെയാണ് കിട്ടുക എന്നൊന്ന് നോക്കാം അല്ലേ. 3 കേക്കാണ്, അത് മുകളിൽ എഴുതിയില്ലേ, എത്ര ആൾക്കാണ് ഡിവൈഡ് ചെയ്യുന്നത്, 2 പേർക്കാണ്, 2 ആൾക്കുള്ളൂ അല്ലേ, ആളുകളുടെ എണ്ണം കുറവാണ്.
അപ്പോൾ 2 3/2. അതായത് ഈ 3 കേക്ക് നമ്മൾ ഈ 2 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കേക്ക് ഫുള്ളായിട്ട് ഈ ഒരാൾക്കും ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ഈ ഒരാൾക്കും കൊടുക്കാം അല്ലേ. പിന്നെ ഒരു കേക്ക് നമുക്ക് ഡിവൈഡ് ആയിട്ട് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഹാഫ് ഇവൾക്കും ഒരു ഹാഫ് ഈ കുട്ടിക്കും അല്ലേ, ഈ ഗേൾക്കും ഈ ബോയ്ക്കും അല്ലേ, ഹാഫ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ഈ കേക്ക് ഈ കുട്ടിക്കും ഈ ഒരു കേക്ക് ഈ കുട്ടിക്കും ഫുൾ എടുക്കാം അല്ലേ. ഇനി ഒരു കേക്ക് എക്സ്ട്രാ ഉണ്ട്, ആ കേക്ക് നമ്മൾ എന്താണ് പകുതിയാക്കും അല്ലേ. 1.5 മിഠായി 3 മിഠായി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അല്ലേ, ഒരു മിഠായി 2 പേരെടുക്കും, ഒന്നും എടുക്കും, പിന്നെ ഒരു മിഠായി പകുതിയാക്കി എടുക്കും. അതേപോലെ തന്നെ ഈ ഒരു ഹാഫ് ഇയാൾക്കും ഈ ഒരു ഹാഫ് ഇയാൾക്കും കൊടുക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇയാൾക്ക് ഒരു കേക്ക് ഉണ്ട്, പിന്നെ ഇയാൾക്കും ഒരു കേക്ക് ഉണ്ട്, പിന്നെ ഇതിനെ പകുതിയാക്കുമ്പോൾ ഒരു ഹാഫ് അല്ലേ, 1നെ 2 ആക്കി അല്ലേ, 1/2 ഹാഫ് അല്ലേ. ഈ ഒരു ഹാഫ് ഇയാൾക്കും ഈ ഒരു ഹാഫ് ഇയാൾക്കും അല്ലേ, അപ്പോൾ 1/2. അപ്പോൾ ഒരു കേക്കും ഒരു അര കേക്കും അല്ലേ. നമ്മുടെ ഈ ന്യൂ ഫ്രാക്ഷൻ്റെ പ്രത്യേകത എന്താണ് അല്ലേ, ഫ്രാക്ഷൻ്റെ കൂടെ വേറൊരു സംഖ്യ കൂടി ഉണ്ട് അല്ലേ, ഒരു നമ്പർ എക്സ്ട്രാ ഉണ്ട് അല്ലേ. ഫ്രാക്ഷൻ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, മുകളിൽ ചെറിയ നമ്പർ ആയിരുന്നപ്പോൾ അല്ലേ. ഇവിടെ മുകളിൽ എന്താണ് കേക്കിൻ്റെ എണ്ണം കൂടി ആളുകളുടെ എണ്ണം കുറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഒരു സംഖ്യ എക്സ്ട്രാ വന്നു, അതാണ് ന്യൂ ഫ്രാക്ഷൻ അല്ലേ. ഒരു സംഖ്യയും അതിനോട് കൂടി ഒരു ഫ്രാക്ഷനും, ഫ്രാക്ഷൻ്റെ കൂടെ ഒരു സംഖ്യ 1.5 1.5 അല്ലേ. അതിലെ ഒരാൾക്ക് എത്രയാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ 1.5 കേക്കാണ് ഒരാൾക്ക് കിട്ടുക, മറ്റേ ആൾക്ക് അടുത്ത ആൾക്ക് 1.5 കേക്ക് കിട്ടും. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടുക എന്ന് നമ്മളെ മെത്തേഡിൽ എന്താണ് 3 കേക്കാണ്, അത് 2 ആൾക്ക് 3/2. ഈ 1.5 എന്ന് പറഞ്ഞാൽ ഈ 3/2ന് ഈക്വൽ ആണ്. അതായത് 1/2 എന്നുള്ള ഈ ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യൽ, അതായത് ഈ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 + 1, അതായത് 1 × 2 2, 2 + 1 3, 3/2 എന്ന് തന്നെയാണ് ഇത്. 1 × 2 + 1/2, 1 × 2 2, 2 + 1 3, 3/2. ഇതിന് ഈക്വൽ ആണ്. താഴെയുള്ള ഡിനോമിനേറ്ററിനെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അല്ലേ, 1 × 2. പിന്നെ ഈ നേരെ എന്താണ് ഇതിനെ ഇവിടെ ഉള്ളതായിട്ട് ആഡ് ചെയ്യുക, 1 × 2 + 1 / 2. അപ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സൈഡിലുള്ള നമ്പർ ആഡ് ചെയ്യുക. അതായത് ഇത് 3/2ന് ഈക്വലാണ് നമ്മളെ ഈ 3/2, അതായത് 1.5 അല്ലേ. 1.5 കേക്കാണ് ഒരാൾക്ക് കിട്ടുക, അല്ലെങ്കിൽ 3/2 കേക്കാണ് ഒരാൾക്ക് കിട്ടുക. ഇനി വലിയ പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാണ്ട് ഇപ്പോൾ 3 കേക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് 1.5 എന്ന് പറഞ്ഞിട്ട് ഈ നമ്പർ കിട്ടി. ഇനി ഈ 1.5 കിട്ടാൻ എന്താണ് നമുക്ക് ഹരിച്ചിട്ട് കണ്ടുപിടിക്കുക, അതായത് ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അതായത് 3/2 അല്ലേ, 3/2 എന്നുള്ളത് നമുക്ക് എത്ര കേക്ക് ഉണ്ടോ, ഇനി എത്ര കേക്കാണെങ്കിലും ആളുകളുടെ എണ്ണം താഴെയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ 3/2 നമുക്ക് കിട്ടും. ഈ 3/2 ഈ നമ്പർ അല്ലേ, ഈ ന്യൂ ഫ്രാക്ഷൻ എങ്ങനെ കിട്ടും, ഡിവൈഡ് ചെയ്യുക. 3/2 എന്ന് പറഞ്ഞാൽ ഇതല്ലേ, 3/2. 3ൽ എത്ര 2 ഉണ്ട്, ഒരു 2 ഉള്ളൂ അല്ലേ, ഒരു 2. ഇനി എന്താണ് ഈ നമ്പർ മൈനസ് ചെയ്യുക, 2 നമ്പർ വന്നാൽ 3 - 2 1, ഇത്ര ചെയ്താൽ മതി. അതായത് മുകളിലുള്ള ഈ നമ്പർ അല്ലേ, ഈ ആൻസർ, ഇതാണ് നമ്മുടെ ആൻസർ, അത് ആദ്യം എഴുതുക അല്ലേ, 1 ആണ് ആൻസർ. ഇനി താഴെയുള്ള ഈ അംശമില്ലേ, ഈ താഴെ കിട്ടുന്ന ഈ നമ്പർ അത് മുകളിൽ എഴുതുക, ബൈ എത്രയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, 1 1.5. ഈ നമ്പർ കിട്ടിയില്ലേ. അങ്ങനെ നമുക്ക് വലിയ നമ്പേഴ്സിനൊക്കെ ഈ ഒരു 3 കേക്കായതിനോട് നമുക്ക് 1.5 പെട്ടെന്ന് കിട്ടി. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളെ 3 കേക്കിനെ അല്ലേ ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുത്തു, പിന്നെ ഇതിനെ ഹാഫ് ആക്കിയില്ലേ. അപ്പോൾ ഒരു കേക്കും ഒരു ഹാഫും ഒരാൾക്ക്, അതായത് 1.5 കേക്ക്. അപ്പോൾ ഈ 1.5 കേക്ക് എന്നുള്ളത് എന്തിന് ഈക്വലാണ്, 3/2ന് ഈക്വലാണ് അല്ലേ. 3 കേക്ക് 2 പേർക്ക്, അതായത് 3/2. അതായത് 1 × 2 + 1, അതായത് 3/2. ഇത് രണ്ടും ഈക്വലാണ്, സെയിം ആണ്. അപ്പോൾ ന്യൂ ഫ്രാക്ഷൻ അല്ലേ, മുകളിൽ വലിയ സംഖ്യ ഉള്ളതിന് നമ്മുടെ ഫ്രാക്ഷൻ്റെ കൂടെ ഒരു നമ്പർ കൂടി വരും, അതാണ് ന്യൂ ഫ്രാക്ഷൻ. അപ്പോൾ മുകളിൽ നമ്പറിലെ ആ ഒബ്ജക്റ്റിൻ്റെ എണ്ണം കൂടുതലാണോ അല്ലേ, മുകളിലുള്ള ന്യൂമറേറ്റർ അല്ലേ, ന്യൂമറേറ്റർ വലിയ സംഖ്യ ആണെങ്കിൽ ആ നമ്മുടെ ഫ്രാക്ഷൻ്റെ കൂടെ ഒരു നമ്പർ കൂടി ഉണ്ട്. അപ്പോൾ 1.5 എന്ന് കിട്ടിയില്ല, നേരത്തെ ഒരു ഫ്രാക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ, മുകളിൽ ചെറിയ സംഖ്യ ആയപ്പോൾ. അതുപോലത്തെ ഇതേ കേക്കിൻ്റെ അതേപോലെ തന്നെ മിൽക്കിൻ്റെ ഒരു പ്രോബ്ലം കൂടി ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു മിൽക്ക് 9 ലിറ്റർ മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമോങ് 4 കിഡ്സ്. അപ്പോൾ 4 കുട്ടികൾക്ക് 9 ലിറ്റർ മിൽക്കാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലെ സംഖ്യ വലുതാണ് അല്ലേ, 9 ലിറ്റർ മിൽക്ക് എന്ന് പറയുമ്പോൾ മുകളിലല്ലേ എത്ര ആൾക്കാർ, 4 ആളുകൾക്ക്, അപ്പോൾ 9/4. അപ്പോൾ മുകളിലെ സംഖ്യ വലുതാണ്. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ്റെ കൂടെ ഇതൊന്ന് നമ്മൾ ഇതിങ്ങനെ എഴുതിയാലും മതി, വേറൊരു മെത്തേഡിലൂടെ അല്ലേ, ന്യൂ ഫ്രാക്ഷൻ ഇങ്ങനെയുള്ളതിനെ നമുക്ക് ഫ്രാക്ഷൻ്റെ കൂടെ ഒരു നമ്പർ കൂടി ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ ഈ 9/4 അല്ലേ ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി, നമുക്ക് കിട്ടും. 9/4 എന്താണ്, 4 അല്ലേ. 9ൽ എത്ര 4 ഉണ്ട്, 2 4 8 ആണ് അല്ലേ, 2 4 8, 9 8 പോയാൽ 1. അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ, മുകളിലുള്ളതാണ് ആൻസർ, അത് ഫസ്റ്റ് എഴുതുക. ദെൻ ഡിനോമിനേറ്റർ താഴെയുള്ളത് മുകളിൽ എഴുതുക. ഇതിൻ്റെ ഇവിടെ ഉള്ളത് അല്ലേ, സൈഡിലുള്ളത് 1/4 അല്ലേ, 4 എന്നുള്ളത് 4 തന്നെ എഴുതുക. 1/4 2 1/4 എന്ന് കിട്ടും. അതെന്തിന് ഈക്വലാണ്, നമ്മുടെ 9/4ന് ഈക്വലാണ് അല്ലേ. 2 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × ഈ താഴെയുള്ള 2 ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതിനോട് ആഡ് ചെയ്യുക. 2 × 4 എത്രയാണ്, 8, 8 + 1 9, 9/4. ഇത് ഈ ക്ലാസ്സിലില്ല, വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടാവും, ഇപ്പോഴേ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇതെന്തിനാണ്, ഇതിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേ നമ്പർ തന്നെയാണ് കിട്ടല്ലേ. 2 × 4 8 + 1 9, 9/4. അതായത് 2 × 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 × 4 + 1 / 4. ഇത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 4 8, 8 + 1 9/4, 9/4 തന്നെ കിട്ടിയില്ലേ. 4 ആളുകൾക്ക് 9 ലിറ്റർ മിൽക്ക് എങ്ങനെ കൊടുക്കാം,
9 ലിറ്ററിൽ 8 ലിറ്റർ നമുക്ക് 2 പേർക്ക് വെച്ച് കൊടുക്കാം അല്ലേ. ഇയാൾക്ക് 2 ഇയാൾക്ക് 2 അങ്ങനെ 2 വീതം കൊടുത്താൽ 8 ലിറ്ററായി. പിന്നെ 1 ലിറ്റർ ബാക്കിയുണ്ട് അല്ലേ. ആ 1 ലിറ്റർ 4 ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ആ 1 ലിറ്ററിൻ്റെ ഒരു ഭാഗം 4 ആൾക്കും കൊടുക്കണം. 1 2 3 4 4ആയിട്ട് വീതിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ഭാഗം, ഒരാൾക്ക് ഇതല്ലേ 4/1 ഭാഗം 1/4 അല്ലേ, 4/1 ഭാഗം ഓരോരുത്തർക്കും വെച്ച് കൊടുക്കണം. ഒരു 2 എല്ലാവർക്കും ഉണ്ട്, 2ഉം എക്സ്ട്രാ അതിൻ്റെ കൂടെ ഒരു ഫ്രാക്ഷനും 1/4 ഓരോരുത്തർക്കും. അപ്പോൾ 2 1/4 എന്ന് തന്നെയല്ലേ നേരത്തെ നമുക്ക് കിട്ടിയതും. വലിയ പ്രോബ്ലംസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് എത്ര കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിന് നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്തിട്ട് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഈ ഫ്രാക്ഷൻ കിട്ടും. ഫ്രാക്ഷനും അതിൻ്റെ കൂടെയുള്ള ഒരു നമ്പറുള്ള ഈ ന്യൂ ഫ്രാക്ഷൻ കിട്ടും. ഇതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് കൂടി പറയും. പുതിയ ടെക്സ്റ്റ് ബുക്ക് സിലബസിൽ അങ്ങനെ ഒരു പേരില്ല, എന്നാൽ ഇതിൻ്റെ പേരെന്താണ് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ അതിൻ്റെ ഒരു കൂടെ നമ്പറും, അതാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ. പേജ് നമ്പർ 98 3 പ്രോബ്ലംസ് ഉണ്ട്, അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ 8 meter ലോങ് സ്ട്രിങ് ഈസ് കട്ട് ഇൻ ടു 5 equal parts, വാട്ട് വുഡ് ബി ദി ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഓക്കെ, 8 meter ലോങ് സ്ട്രിങ്, ഒരു കയർ എന്തെങ്കിലും എന്താണ് 8 meter ഉള്ളത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യണം, 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓരോ പീസും ഓരോ പീസിൻ്റെ ലെങ്ത് എത്ര, ഓരോരുത്തർക്ക് എത്ര കിട്ടുന്നു എന്ന് ചോദിച്ചതുപോലെ തന്നെയാണ് ഓരോ പീസിൻ്റെ ലെങ്ത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ പീസിൻ്റെ ലെങ്ത് എത്ര. 8 meter ആണ്, 5 ആളുകൾക്കില്ലേ 5 ഈക്വൽ പാർട്സ് ആണ് ആക്കേണ്ടത്, 5 ആളുകൾക്ക് വീതിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അത് താഴെ എഴുതുക. അപ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ മുകളിൽ എന്താണ് വലിയ സംഖ്യയാണ് അല്ലേ. അപ്പം മുകളിൽ ബിഗ് നമ്പർ ആണെങ്കിൽ നമ്മുടെ ഫ്രാക്ഷൻ്റെ കൂടെ ഒരു നമ്പർ കൂടി ഉണ്ടാവും അല്ലേ. അതുപോലെ നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് 8/5 അല്ലേ, ഒന്ന് ഹരിച്ച് നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. 8 divided by 5. 8ൽ എത്ര അഞ്ചാണുള്ളത്? ഒരു അഞ്ചുള്ളൂല്ലേ, 2 5 10 ആവും. 8ലപ്പോൾ ഒരു അഞ്ചുള്ളൂ, ഒരു 5 5, 8 5 പോയാൽ എത്രയാണ്? 6 7 8 3. ഇത്ര മതി. അപ്പോൾ നമ്മുടെ ആൻസർ അല്ലേ, മുകളിലുള്ള ഇതാണ് നമ്മുടെ ആൻസർ, നമ്മുടെ താരം. അപ്പോൾ അതിനെ നമ്മൾ ഫസ്റ്റ് എഴുതുക. ദെൻ ഒരു ഡിവൈഡഡ് ബൈ, അതിൻ്റെ മുകളിൽ ഈ താഴെയുള്ളത് എഴുതുക. ദെൻ ഈ 5 8/5 ആണ് നമ്മുടെ ആൻസർ അല്ലേ. അപ്പോൾ ആ by5 എന്നുള്ളത് 5 തന്നെ എഴുതുക. താഴെ കിട്ടുന്ന ഈ നമ്പർ മുകളിൽ എഴുതുക. 1 3/5 അല്ലേ. നമ്മുടെ ആൻസർ കിട്ടി അല്ലേ, 8/5 അല്ലേ. 8 meter 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, 8നെ 5 ആക്കി ഡിവൈഡ് ചെയ്യുക 8/5. അതായത് 1 3/5 എന്നുള്ളതിന് ഈക്വൽ ആണ്. നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 1 into 5 അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതെന്തിന് ഈക്വലാണ്? ഇതിന് ഈക്വലാണ്. 1 into 5 എത്രയാണ്? ഇതെങ്ങനെ ചെയ്യുക അല്ലേ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതിനോട് ആഡ് ചെയ്യുക. അതായത് 1 into 5 plus 3 all divided by 5. 1 into 5 5 plus 3 8, 8/5 രണ്ടും ഈക്വൽ ആണല്ലേ, 8/5. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ കിട്ടിയാൽ ഇത് ശരിയാണോ, ഇതിന് ഈക്വൽ ആണോ എന്ന് നോക്കാൻ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഇനി ഹരിക്കുന്നത് തെറ്റിപ്പോയാൽ ഇതിനോട് ഇൻറ്റു ചെയ്തിട്ട് ഈ ആഡ് ചെയ്യുന്നത് 5 പ്ലസ് എത്രയാണ് 8 കിട്ടാൻ ഏതിനോടാണ് ആഡ് ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 5 എന്നായിരിക്കും, ഈ സംഖ്യ എന്നായിരിക്കും അല്ലേ. 5നോട് ഏത് നമ്പറിനോട് ആഡ് ചെയ്താലാണ് അല്ലേ, 3 കൊണ്ട് ആഡ് ചെയ്താലാണ്. അപ്പോൾ ആഡ് ചെയ്യുന്ന ഈ നമ്പർ ആയിരിക്കും ഈ മുകളിൽ ഉണ്ടാവുക. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 15 liter ഓഫ് കെറോസിൻ ഈസ് ഡിവൈഡഡ് ഈക്വലി ഇൻറ്റു 4 cans. 15 ലിറ്റർ കെറോസിൻ മണ്ണെണ്ണ എന്താണ് 4 ക്യാൻ 4 പാത്രങ്ങളിലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഹൗ മച്ച് ഡസ് ഈച്ച് ക്യാൻ കണ്ടെയ്ൻ ഇൻ ലിറ്റേഴ്സ്? ലിറ്ററിൽ എത്ര അല്ലേ, ലിറ്ററിലാണ് ചോദിച്ചത്. ഓരോ ക്യാനിലും എത്ര കൊള്ളും? നേരത്തെ മെത്തേഡിൽ എന്താണ് 15 ലിറ്റർ ഉണ്ട്, അത് എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 4 ആയിട്ട്, 4 പേർക്ക് വീതിക്കണം. അപ്പോൾ മുകളിലുള്ള ന്യൂമറേറ്റർ എന്താണ് ബിഗ് നമ്പർ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഫ്രാക്ഷൻ്റെ കൂടെ ഒരു നമ്പർ കൂടി ഉണ്ടാവും. ഓക്കെ, ഫ്രാക്ഷൻ ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും ഉണ്ടാവും. 15 divided by 4 അല്ലേ. 15 ലിറ്റർ കെറോസിനാണുള്ളത്, 4 ആളുകൾക്ക് വീതിക്കണം അല്ലേ, 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 15ൽ എത്ര 4 ഉണ്ട്? 4 4 16 ആണ്, 3 4 12 അല്ലേ. 3 4 12 അല്ലേ, 4 4 16 ആവും, 15 കടന്നു പോകും. അപ്പോൾ 3 4 12 12 13 14 15 അല്ലേ. 15ൽ നിന്ന് 12 പോയാൽ 3. അപ്പോൾ നമ്മുടെ താരമാരാണ്? നമ്മുടെ ആൻസർ 3 അല്ലേ. ഉത്തരം 3 ആണ്. അപ്പോൾ ആ 3 എഴുതുക. ദെൻ നമ്മുടെ ഡിനോമിനേറ്ററുള്ള ഈ താഴെയുള്ള ഈ നമ്പറിനെ മുകളിൽ എഴുതുക. ഒരു വര വരച്ചിട്ടില്ലേ, ഫ്രാക്ഷൻ ആകുമ്പോൾ p/q അല്ലേ, താഴെ ഒരു നമ്പർ ഉണ്ടാവും, താഴെ ഈ 4 എഴുതുക അല്ലേ. നമ്മുടെ എന്താണ് 15/4 ഇതല്ലായിരുന്നു, അതിന് ഈക്വൽ ആണ് എന്ത് 3/4. നമ്മുടെ ആൻസർ എന്താണ് 15/4 ലിറ്റർ ആണ് അല്ലേ. ലിറ്റേഴ്സിലാണ് ചോദിച്ചത്, അപ്പോൾ ലിറ്റർ എന്ന് എഴുതണം. 15/4 ലിറ്റർ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം അല്ലേ. ഒരു ഫ്രാക്ഷനും ഒരു നമ്പറും അല്ലേ. ചെക്ക് ചെയ്ത് നോക്കൂലേ, 3 ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. 3 4 12 12 പ്ലസ് 3 ഈ നമ്പറായിട്ട് ആഡ് ചെയ്യുക. 12 പ്ലസ് 3 15 15/4. ഓക്കെ, അത് സിമ്പിൾ അല്ല ഡിവൈഡ് ചെയ്യാൻ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ലെങ്കിൽ എഴുതി നോക്കുക അല്ലേ. എത്ര 15 ഉണ്ട്, 15ൽ എത്ര 4 ഉണ്ടെന്ന് എഴുതി നോക്കുക അല്ലേ. 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി നോക്കുക അല്ലേ. 4 4 എന്ന് പറയുമ്പോൾ 16 ആവും. 3 4 12 ഉണ്ട്. അപ്പോൾ അതെടുക്കുക. അതിനേക്കാൾ ചെറുത് അല്ലെങ്കിൽ ഈ നമ്പർ കിട്ടണം. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണോ ചെക്ക് ചെയ്യാനില്ലേ, ഈ നമ്പർ തന്നെയാണോ. നമ്മൾ ഇനി ഹരിക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തത്. 3 4 12 പ്ലസ് അല്ലേ, ഇതെന്താണ് അല്ലേ, ഇതെന്താണ് 3 × 4 അല്ലേ, താഴെയുള്ളതായിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, എന്നിട്ട് ഇതുമായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, 3 3 4 ഡിവൈഡഡ് ബൈ 4. 3 4 12 പ്ലസ് 3 15/4. ഇതിന് ഈക്വൽ ആണ്. അപ്പോൾ ശരിയാണോ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 25 kilogram ഓഫ് ഷുഗർ ഈസ് ഡിവൈഡഡ് ഈക്വലി എമോങ് 8 persons. അപ്പോൾ 8 ആളുകൾക്ക് 25 കിലോഗ്രാം അല്ലേ, കിലോഗ്രാം
എത്ര ആളുകൾക്കാണ്? 8 ആളുകൾക്ക്. 8 ആളുകൾക്കാണ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് ഇൻ കിലോഗ്രാം? അല്ലെ കിലോഗ്രാമിൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? അല്ലെ ഒരാൾക്ക് എത്ര കിട്ടും? ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ്, ഈച്ച് അല്ലെ ഓരോരുത്തർക്ക് എത്രയാണ് കിട്ടുക? അതായത് 25/8 കിലോഗ്രാം ആണ് കിട്ടുക. ഈ 25 എന്നുള്ളത് ബിഗ് നമ്പർ ആണല്ലേ മുകളിലുള്ളത്. അപ്പോൾ 25/8 ചെയ്ത് നോക്കുക, ഹരിക്കുക. അല്ലെ 25 എത്ര 8 ഉണ്ട്? 8 2 8 16 3 8 24 അല്ലേ? 3 8 24. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ലെങ്കിൽ എഴുതി നോക്കുക അല്ലേ. എപ്പോഴാണ് നമുക്ക് 25 24 അല്ലേ? അടുത്തത് 4 ഇട്ട് എടുക്കുമ്പോൾ അതിനേക്കാൾ 25 കഴിഞ്ഞു പോകും അല്ലേ? 3 8 24, 25 24 അല്ലേ? ഇനി ഇതിന്ന് മൈനസ് ചെയ്യാം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ്? 25 24 പോയാൽ 1. അപ്പോൾ നമ്മുടെ താരം ആരാണ്? നമ്മുടെ 3 അല്ലേ? നമ്മുടെ ആൻസർ 3. അപ്പോൾ ആ 3 എഴുതുക. ദെൻ ഡിനോമിനേറ്ററിൽ 1 അത് മേലെ എഴുതുക. ദെൻ ബൈ 8, 8നോടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? 25/8 ആണ്. അപ്പോൾ ആ 8 താഴെ തന്നെ അല്ലേ? ബാക്കിയുള്ള ഈ 1 അല്ലേ? നമുക്ക് ബാലൻസ് വരുന്നവനെ മുകളിൽ എഴുതുക. ഇതാണ് ആ ബാലൻസ്. അപ്പോൾ 3 1/8 എന്ന് കിട്ടും. ഇതിന് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂലേ? 3 എത്രയാണ്? 3 24, 24 പ്ലസ് 1 25, 25/8 ഇതിന് ഈക്വൽ ആണ്. ഇത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 8 + 1 ഡിവൈഡഡ് ബൈ 8 ഇതാണ് ഇത്. ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഈ നമ്പറിനെ ഈ താഴെയുള്ള ഈ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നേരെ ഈ നമ്പറുമായിട്ട് ആഡ് ചെയ്യുക ബൈ 8 ആ ഡിനോമിനേറ്റർ. 3 1/8 അല്ലെങ്കിൽ എത്രയാണ്? 25/8 കിലോഗ്രാം kg അല്ലെ? കിലോഗ്രാമിലാണ് ചോദിച്ചത്. 25/8 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, മുകളിലുള്ള ആൻസറിനെ നമ്മൾ ഫസ്റ്റ് എഴുതുക. ദെൻ താഴെ വരുന്ന ബാലൻസ് മുകളിൽ എഴുതുക ബൈ 8 അല്ലേ? ബൈ 8 തന്നെയാണ് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. ഡിവൈഡഡ് ബൈ 8 അല്ലേ? 8നോടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫ്രാക്ഷൻ ആൻഡ് ഡിവിഷൻ. നമ്മൾ നേരത്തെ 3/4 എന്ന് പറഞ്ഞതിനെ 3 ഡിവൈഡഡ് ബൈ 4 അല്ലേ? നമുക്ക് ഡിവിഷൻ ആയിട്ടും എഴുതാം. രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത് അല്ലേ? 6 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 2 അല്ലേ? അപ്പോൾ നമുക്ക് ഡിവിഷൻ മെത്തേഡിലും ഫ്രാക്ഷൻ അല്ലേ? ഫ്രാക്ഷനെ കാണാൻ വേണ്ടി നമ്മൾ മുന്നേ ചെയ്തതാണ് അല്ലേ? ഫ്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് അതെന്താണ്? 3 ഡിവൈഡഡ് ബൈ 4 അല്ലേ? 3/4 ഈക്വൽ ആണ് 3 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത്. അതായത് 7/2 അല്ലേ? 7/2 എന്നുള്ളത് എന്താണ്? 7 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ആണ്. 7/2 ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 2 രണ്ടും ഈക്വൽ ആണ്. അതാണ് പറഞ്ഞത്. ഡിവൈഡഡ് ബൈ 2 നമ്മൾ എങ്ങനെ ചെയ്യും അല്ലേ? 7 എത്ര 2 ഉണ്ട്? 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 3 2 6 വരും അല്ലേ? 7 കഴിഞ്ഞ് പോകും. നെക്സ്റ്റ് 4 2 8 ആവും അല്ലേ? അപ്പം 7 6 പോയാൽ 1. അപ്പോൾ നമ്മുടെ ഈ ആൻസർ അതിവിടെ എഴുതുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ എന്നിട്ടിട്ട് ഈ നമ്മളെ ബാലൻസ് വരുന്നതിന് മുകളിലും ബൈ 2 ഇവിടെ എഴുതുക അല്ലേ? 3/2 അല്ലേ? 7/2 ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ബൈ 2 എന്നുള്ളത് അവിടെ തന്നെ എഴുതുക. അതായത് 3 1/2 അല്ലേ? 7/2 എന്നുള്ളത് 3 1/2 ഈക്വൽ ആണ്. അതായത് നമ്മൾ ഈ ഡിവൈഡ് ചെയ്തിട്ടല്ലേ ഹരിച്ചിട്ടാണ് കണ്ടുപിടിച്ചത് അല്ലേ? അതായത് 3/2 അല്ലെ 7/2 എന്നുള്ളത് എന്താണ്? 7 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ആണ്. 7 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ആണ്. ഇഫ് 7 pens are divided between 2 person, how many pens would each get? അല്ലേ? പെന്നാണല്ലേ? പെൻ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ്, ഒരു സാധനമാണ്. അത് 2 ആളുകൾക്ക് വീതിക്കുക എന്ന് പറഞ്ഞാൽ പെന്നുണ്ട് 2 ആളുകൾക്കാണ്. ഇങ്ങനത്തെ 2 ആളുകൾക്കാണ് വീതിക്കുന്നതെങ്കിൽ ഓരോരുത്തർക്ക് 3 എണ്ണം വീതം എടുക്കുക അല്ലേ? അപ്പോൾ 6 പെന്നായി. പിന്നെ ഒരു പെന്നുണ്ട്. ആ ഒരു പെന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ കഴിയുമോ? അതൊരു പെന്നാണല്ലേ? ഒരു ഹാഫ് പെന്ന് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരു ഹാഫ് പെന്ന് ഇവനും ഒരു ഹാഫ് പെന്ന് ഇവനും പറ്റുമോ? ഇല്ല. അതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ കേക്ക് അല്ലെ ലിറ്ററായിട്ടുള്ള അല്ലേ? കെറോസിന് മണ്ണെണ്ണ ലിറ്ററായിട്ടുള്ള വെള്ളമോ പാലോ അങ്ങനത്തെ എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് പകുതിയാക്കി ഡിവൈഡ് ചെയ്യാൻ കഴിയും അല്ലേ? ഈ കിലോഗ്രാമിലുള്ളതോ ഗ്രാമിലുള്ളതോ എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് കഴിയും അല്ലേ? അതൊക്കെ അളന്ന് കൊടുക്കുക. പക്ഷെ ഒരു പെന്ന്, പെൻസിൽ, ബുക്ക് അതൊക്കെ നമുക്ക് കഷ്ണം മുറിച്ച് കൊടുക്കാൻ കഴിയും. അങ്ങനെ മുറിക്കാൻ കഴിയാത്ത ഒബ്ജക്റ്റ് ഉണ്ടല്ലേ? ഒരു പകുതി കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. പെന്നൊന്നും നമ്മൾ അങ്ങനെ മുറിച്ച് കൊടുക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓരോരുത്തർക്കും 3 പെന്ന് വീതം കൊടുക്കാം. പിന്നെന്താണ്? ഒരു പെന്ന് ബാലൻസ് ഉണ്ട് അല്ലേ? 3 3 6 എയിലേക്ക് എത്താൻ ഒന്നുകൂടി ഉണ്ട്. ഒരു പെന്ന് ബാലൻസ് ഉണ്ട് അല്ലേ? ഒരു പെന്ന് ബാക്കിയുണ്ട് എന്ന് പറയാം. ലെഫ്റ്റ് ഓവർ ആണെന്ന് പറയാം. അപ്പോൾ പെന്നിൻ്റെ പോലത്തെ ഒബ്ജക്റ്റിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക. ഹിയർ വി ക്യാൻ ഓൺലി സേ ദാറ്റ് ഈച്ച് ഗെറ്റ്സ് 3 പെൻസ് അല്ലേ? ഓരോരുത്തർക്കും 3 പെൻസ് കിട്ടും. ആൻഡ് 1 പെൻ വിൽ ബി ലെഫ്റ്റ് ഓവർ അല്ലേ? ഒരു പെന്ന് ലെഫ്റ്റ് ഓവർ ആണ്, ബാക്കിയാണ്. ഒരു പെന്ന് ബാക്കിയാണ്, ബാലൻസ് ആണ്, ലെഫ്റ്റ് ഓവർ ആണ്. ഓരോരുത്തർക്കും 3 പെന്ന് വീതം കിട്ടും. അങ്ങനെ പറയാം. അല്ലാതെ ഒരു പെന്നിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. പെന്നിന് പോലത്തെ ഒബ്ജക്ട്സിലെ മുറിക്കാൻ കഴിയാത്ത സാധനങ്ങൾ നമ്മളൊന്ന് ബാക്കിയാണ്, ബാലൻസ് ആണെന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ഇത്ര എണ്ണം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ അല്ലേ? ഇനി മുറിക്കാൻ കഴിയുന്ന ഒബ്ജക്ട്സിനെ നമുക്ക് പീസാക്കിയിട്ട് 1/4 1/3 അല്ലേ 1/2 ഒക്കെ ആക്കി മുറിച്ച് ചെയ്താം. ഇനി താഴെയുള്ള ഈ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്താൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ക്വസ്റ്റ്യൻ 1, ഇഫ് 15 മീറ്റർ ഓഫ് ക്ലോത്ത് ഈസ് ഡിവൈഡഡ് ഈക്വലി എമോങ് 4 പേഴ്സൺ. 15 മീറ്റർ ക്ലോത്ത്, തുണി എന്താണ്? 4 ആളുകൾക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം, ഭാഗിക്കണം. 15 മീറ്റർ തുണിയുണ്ട്, 4 ആളുകൾക്ക് വീതിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രയാണ് ഒബ്ജക്റ്റിലെ
അത് മുകളിലേതും എത്ര ആളുകൾക്ക് വീതിക്കണം എന്നുള്ളത് താഴേതും. അപ്പോൾ മുകളിലുള്ള നമ്പർ എന്താണ്? വലുതാണ്. അപ്പോൾ നമ്മളെ ഫ്രാക്ഷൻ ആക്കി എഴുതണം. അതായത് 15/4 എന്നുള്ളതിന് എന്തിന് ഈക്വലാണ്? 15/4 ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയത് കിട്ടൂലേ? ഹൗ മെനി മീറ്റർ ഓഫ് ക്ലോത്ത് വുഡ് ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്ക് എത്ര കിട്ടും? 15/4 കിട്ടും അല്ലേ? ഓരോരുത്തർക്കും 15-ൽ 4 ഭാഗം കിട്ടും. ഓരോരുത്തർക്കും 15 മീറ്റർ തുണിയിൽ 4 ഭാഗം വെച്ചിട്ട് ഓരോരുത്തർക്കും കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണന പട്ടിക ചൊല്ലി നോക്കുക. 4 4 16 ആണ്. അപ്പോൾ 3 4 12 അല്ലേ? 15 കടന്നു പോയത്. 3 4 12. 15-ൽ എത്ര 4 ഉണ്ട്? അതാണ് 15/4 അല്ലേ? 15-ൽ എത്ര 4 ഉണ്ട്? 3 4 12. 15-ൽ നിന്ന് 12 പോയാൽ എത്രയാണ്? 3 അല്ലേ? 5-ൽ നിന്ന് 2 പോയാൽ 3. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. 3 എന്നുള്ളതാണ്. ആ 3 ഇവിടെ എഴുതുക. ദെൻ നമ്മുടെ ബാലൻസ് മുകളിൽ എഴുതുക. ദെൻ ഡിവൈഡഡ് ബൈ 4 അല്ലേ? 15/4 ആണ്. അപ്പോൾ ആ ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത് ബൈ 4 തന്നെ ആക്കി എഴുതുക. ബാക്കിയുള്ള ഈ ബാലൻസ് മുകളിൽ എഴുതുക. അതായത് 3 3/4 ഓരോരുത്തർക്കും കിട്ടുക 15/4 അല്ലെങ്കിൽ 3 3/4. ഇത് ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 3 4 12. 12 + 3 എത്രയാണ്? 15. 15/4 അല്ലേ? ഇതിങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനോട് ആഡ് ചെയ്യുക. 3 × 4 + 3 ഡിവൈഡഡ് ബൈ 4 അല്ലേ? ഇതിനെ ഇങ്ങനെ എഴുതുക. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് 250 rupees ഈസ് ഈക്വലി ഷെയർഡ് ബൈ 8 persons. അപ്പോൾ 250 രൂപ എത്ര ആൾക്കാർക്കാണ് ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നത്? 8 ആളുകൾക്കാണ്. ഹൗ മച്ച് മണി വുഡ് ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര രൂപ, എത്ര പൈസ കിട്ടും? റൈറ്റ് ദിസ് ഇൻ റുപ്പീസ് ആൻഡ് പൈസ. രൂപയിലും പൈസയിലും എഴുതണം. എത്ര രൂപ കിട്ടും, എത്ര രൂപ എത്ര പൈസ കിട്ടും? 250 രൂപ 8 ആളുകൾക്ക് ഷെയർ ചെയ്യുക അല്ലേ? 8 ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്ര കിട്ടും? 250-ൽ 8 അല്ലേ? 250/8. 250/8 അതായത് 250 ഡിവൈഡഡ് ബൈ 8 ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഹരിച്ച് നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇപ്പോൾ 250-ൽ അല്ലേ 25 അല്ലേ? 2-ൽ 8 ഇല്ല അല്ലേ? അപ്പോൾ ഒരു സംഖ്യ കൂടി എടുക്കും. 25-ൽ എത്ര 8 ഉണ്ട്? 2-ൽ 8 ഉണ്ടോ? ഇല്ല. 25-ൽ എത്ര 8 ഉണ്ട് അല്ലേ? 8-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണന പട്ടിക എഴുതി നോക്കുക അല്ലേ? ചൊല്ലി നോക്കുക. 1 8 8, 2 8 16, 3 8 24. അടുത്ത 4 8 ആകുമ്പോൾ അതിനേക്കാളും വലിയ സംഖ്യ ആവും. അപ്പോൾ 3 8 ആണുള്ളത്. 3 8 ആണ് 25-ലുള്ളത്. 3 8 24. അപ്പോൾ 25-ൽ നിന്ന് 24 പോയാൽ 1 അല്ലേ? 1-ൽ 8 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ 0 കൂടി എടുത്ത് എഴുതുക. 10-ൽ എത്ര 8 ഉണ്ട്? 1 8 ഉള്ളൂ അല്ലേ? 1 8 8 8. 2 8 16 ആവും. 10-നേക്കാളും കൂടും. അപ്പോൾ 10-ൽ 1 8 ഉള്ളൂ. അപ്പോൾ 1 8 8. 10-ൽ നിന്ന് 8 പോയാൽ എത്രയാണ്? 2 അല്ലേ? 2 അല്ലേ? 10-ൽ നിന്ന് 8 പോയാൽ 2 8 9 10. ഇതാണ് ആൻസർ അല്ലേ? അപ്പോൾ അത് ആദ്യം എഴുതുക 31. പിന്നെ നമ്മുടെ ഈ ബാലൻസ് വരുന്ന ഈ 2 മുകളിൽ എഴുതുക. ബൈ 8 അല്ലേ? 250/8 ആണ് അല്ലേ? അപ്പോൾ ആ 8 എന്നുള്ളത് താഴെ തന്നെ. ഓക്കെ, കൺഫ്യൂഷൻ വരേണ്ട ഒരു ആവശ്യമില്ല. 250/8 ആണ് ചെയ്യുന്നത്. അത് ബൈ 8 താഴെ തന്നെ. പിന്നെ ബാക്കി നമ്മുടെ ആൻസറിനെ ഫസ്റ്റ് എഴുതുക. അതല്ല നമ്മുടെ ആൻസർ 31. എന്നിട്ട് മുകളിൽ ഈ താഴെ വരുന്ന ബാലൻസ് എഴുതുക. 31 2/8. 31 2/8 250/8 ഈക്വലാണ് അല്ലേ? നോക്കൂ. 31 × 8 എത്രയാണ്? 31 × 8 + 2 എത്രയാണ്? 250 ആണ്. 250/8 ഇത് രണ്ടും ഈക്വലാണ്. 50 ഡിവൈഡഡ് ബൈ 8 ചെയ്തപ്പോൾ നമുക്ക് 31 ആൻസർ കിട്ടി. 2 അവിടെ വരുന്ന ബാലൻസ് ഡിവൈഡഡ് ബൈ 8 ആണല്ലേ നമ്മൾ ചെയ്തതല്ലേ? 250/8. അപ്പോൾ 31 2/8 റുപ്പീസ്. അപ്പോൾ റുപ്പീസിലും പൈസ എത്ര പൈസയായിട്ടാണ് ചോദിച്ചത്. അപ്പോൾ 31 റുപ്പീസും 2/8 പൈസ. അതെന്ന് പറഞ്ഞാൽ എത്ര പൈസയാണെന്ന് നമുക്ക് കാണണം അല്ലേ? അപ്പോൾ എത്ര പൈസ എത്ര രൂപയുമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 31 രൂപ എന്ന് നമുക്ക് കിട്ടി. 2/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര പൈസയാണ്? ഈ 2/8 നമുക്ക് എന്തിന് ഈക്വലാണ്? 1/4 ഈക്വലാണ്. അതായത് നേർ പകുതി. 2-ൻ്റെ പകുതി എന്താണ്? 1. 8-ൻ്റെ പകുതി എന്താണ്? 4. അപ്പോൾ 2/8 എന്ന് പറഞ്ഞാൽ 1/4 ഈക്വലാണ്. പകുതിയാക്കി ഇതിന് ഈക്വലാണല്ലേ? 2-ൻ്റെ നേർപകുതി 1, 8-ൻ്റെ നേർപകുതി 4. അപ്പോൾ നമുക്കൊരു സംഖ്യൻ്റെ നേർപകുതി ഈക്വലായിട്ട് എടുക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് അതിനെ ഈക്വലായിട്ട് എഴുതാം. അല്ലെങ്കിൽ ഈ നമ്പറിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്താണ്? 2. 4-നെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. രണ്ട് സംഖ്യനെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചെയ്യാൻ കഴിയുകയാണെങ്കിലേ 2 4 × 2 എന്താണ്? 8. ഈ സംഖ്യ കിട്ടിയില്ലേ? അതായത് ഇതിൻ്റെ നേർപകുതി എടുക്കുക അല്ലേ? രണ്ട് സംഖ്യൻ്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/4 കിട്ടി. അതായത് 1/4 എന്നുള്ളത് എന്താണ് അല്ലേ? 1 രൂപൻ്റെ 4 ഭാഗം. 1 രൂപ എന്ന് പറഞ്ഞാൽ 1 രൂപൻ്റെ 2 ഭാഗം 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 പൈസയാണ് അല്ലേ? 50 പൈസ 50 പൈസയും. പണ്ടൊക്കെ 50 രൂപ നാണയമല്ലേ? 50 പൈസ 25 പൈസ ഒക്കെ ഉണ്ട്. 2 50 പൈസയായാൽ 1 രൂപയായി. 2 25 പൈസയായാൽ 50 പൈസയായി അല്ലേ? അപ്പോൾ 4 25 പൈസയായാൽ എത്രയായി? 1 രൂപയായി. 4 25 പൈസ വേണം, അല്ലെങ്കിൽ 2 50 പൈസ. 2 50 പൈസ എടുത്താലും 1 രൂപയായി. 1/2 എന്നാണെങ്കിൽ നമുക്ക് എത്രയാണ്? 50 പൈസ എന്ന് പറയായിരുന്നു അല്ലേ? 1-ൻ്റെ 2 ഭാഗമാണെങ്കിൽ. ഇത് 1-ൻ്റെ 4 ഭാഗമുണ്ട്. അപ്പോൾ 1 രൂപേൻ്റെ 4 ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ 25. ഇതിനെ വീണ്ടും 2 ആക്കി എടുക്കുക. അതായത് 25 പൈസയാണ്. 31 റുപ്പീസ്. എത്ര രൂപ എത്ര പൈസയാണ്? 31 റുപ്പീസും 1/4. 1 രൂപേൻ്റെ 4 ഭാഗം എന്ന് പറഞ്ഞാൽ 25 പൈസ. മലയാളത്തിൽ 31 രൂപ 25 പൈസ.
31 രൂപ 25 പൈസ 1/4. 1/2 ആണെങ്കിൽ 50 പൈസയാണല്ലേ. 50 പൈസ എന്ന് നമുക്ക് പറയാം. 1/4 ആയതുകൊണ്ട് 25 പൈസ. എത്ര രൂപ എത്ര പൈസയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബോക്സസ് ആർ റിക്വയർഡ് ടു പാക്ക് 100 eggs വിത്ത് 12 ഇൻ ഈച്ച് ബോക്സ്? എത്ര ബോക്സുകൾ ആവശ്യമാണ് 100 മുട്ടകൾ പാക്ക് ചെയ്യാൻ വിത്ത് 12 ഇൻ ഈച്ച് ബോക്സ്? ഓരോ ബോക്സിലും 12 എണ്ണം വീതം 100 മുട്ടകൾ പാക്ക് ചെയ്യാൻ എത്ര ബോക്സ് ആവശ്യമാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ മുട്ടകളാണ്. നമുക്ക് ഒരു മുട്ടനൊന്നും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അല്ലെ. പെണ്ണ് പോലെ തന്നെ ഒരു മുട്ട ഡിവൈഡ് ചെയ്ത് 2 പേർക്ക് കൊടുക്കാൻ കഴിയും അല്ലെ. പൊരിച്ചിട്ട കണക്ക് കൊടുക്കാം. 100 eggsനെ എത്രയാണ് 12 ബോക്സിലാക്കണം അല്ലേ. 12 ഇൻ ഈച്ച്, അതായത് 12 ആൾക്ക് വീതിക്കുന്നത് പോലെ, അതായത് 100/12, അതായത് 100 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ആണ്. അപ്പോൾ 1-ൽ 12 ഇല്ല. 10-ൽ എത്ര 12 ഉണ്ട്? 10-ലും 12 ഇല്ല. അപ്പോൾ നമ്മൾ 100-ൽ എത്ര 12 ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ 100-ൽ എത്ര 12 ഉണ്ട്? കയ്യില്ലെങ്കിൽ എഴുതി കൂട്ടി നോക്കുക. 100-ൽ എത്ര 12 ഉണ്ട്? 6 12 എടുക്കുകയാണെങ്കിൽ 2 4 6 7 8 9 10 11 12 12 2 ബാലൻസ് 1 1 2 3 4 5 6 72 ആയിട്ടുള്ളൂ. അപ്പോൾ 2 12 കൂടി എടുത്ത് നോക്കാം. 2 12 കൂടി എടുക്കുമ്പോൾ അല്ലേ 2 4 6 7 8 9 10 11 12 13 14 15 16 6 ബാലൻസ് 1 1 2 3 4 5 6 7 8 9 96 കിട്ടി അല്ലേ. ഇനി ഒരു 12 കൂടി എടുത്താൽ 100 കടന്നു പോകും. എത്ര 12 നമ്മളെടുത്തത്? 1 2 3 4 5 6 7 8 12 അല്ലേ. 8 12s are 96. 96 കിട്ടാൻ 8 12 എടുക്കണം. 12ൻ്റെ ടേബിൾ അല്ലേ. 8 12 അല്ലേ. 12 1 12 12 2 12 24 3 12 36 48 52 അങ്ങനെ വരും അല്ലേ. 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി നോക്കിയാൽ മതി. 12 എത്ര 12 ആവുമ്പോഴാണ് അല്ലേ നമ്മൾ 100ൻ്റെ അടുത്ത് എത്തുന്നത്. അല്ലെങ്കിൽ 100 കഴിയും അല്ലേ. 9 12s are നെക്സ്റ്റ് 100 കഴിയും. അപ്പോൾ 8 12s are 96. അപ്പോൾ 100-ന് 96 പോയാൽ 100-ന് 96 മൈനസ് ചെയ്താലേ, 2 നമ്പേഴ്സ് അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് മൈനസ് ചെയ്യാണ് വേണ്ടത്. 100-ന് 96 പോയാൽ എത്രയാണ്? 96 97 98 99 100 അല്ലേ. 96-ന് 100-ലേക്ക് എത്താൻ 4 കൂടി വേണം. അപ്പോൾ 100-ന് 96 പോയാൽ 4 8 അല്ലേ. അപ്പോൾ ഈ ആൻസർ 8. ഈ 4 ബാലൻസ് ഡിവൈഡഡ് ബൈ 12 ഇങ്ങനെ എഴുതാൻ പറ്റുമോ? എക്സ് ആണ്. 8ഉം 4/12 കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് 4 12 ആക്കി കൊടുക്കാൻ പറ്റുമോ? എക്സ് ആണ്, മുട്ടകളാണ്. അപ്പോൾ നമുക്ക് 8 മുട്ടകൾ എന്ന് പറയാം. ബാക്കി ബാലൻസ് ഉള്ളതാണ് ഈ 4 അല്ലേ. അപ്പോൾ 4 മുട്ട ബാലൻസ്, 4 മുട്ട ബാക്കി എന്ന് തന്നെ എഴുതണം. ഇങ്ങനെ എഴുതരുത്. മുട്ട, പെന്ന്, അങ്ങനത്തെ ടേബിൾ, മേശ, അങ്ങനത്തെ എന്തെങ്കിലും ഒബ്ജക്ട്സ് നമുക്ക് മുറിച്ചാൽ ഒരു ഉപകാരം ഉണ്ടാകാത്ത ഒബ്ജക്ട്സ്, മുറിക്കാൻ കഴിയാത്ത ഒബ്ജക്ട്സ്. അപ്പോൾ പാലൊക്കെ ആണെങ്കിൽ അളന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രാമിൽ തൂക്കി കൊടുക്കുന്നതും അതൊക്കെ നമുക്ക് അളന്ന് കൊടുക്കാം. നമ്പർ ഓഫ് ബോക്സസ് എത്രയാണ്? നമ്പർ ഓഫ് ബോക്സസ് 8 അല്ലേ. ഹൗ മെനി ബോക്സസ് ആർ റിക്വയർഡ്? എത്ര ബോക്സ് വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്പർ ഓഫ് ബോക്സസ് എത്രയാണ്? 8. അപ്പോൾ ബാലൻസിലെ ബാലൻസ് ഏറ്റവും താഴെ ഉള്ളത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ താഴെ വരുന്നതാണ് ബാലൻസ്. അപ്പോൾ 4 ബാലൻസ്. ഓക്കെ, എഗ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മുറിച്ച് എഴുതാൻ പറ്റില്ല. അപ്പോൾ 8 മുട്ടകളും അല്ലേ 4 മുട്ട ബാക്കി അല്ലേ. 4 മുട്ട ലെഫ്റ്റ് ഓവർ അല്ലെ, ബാലൻസ് എന്നൊക്കെ എഴുതാം. 4 ലെഫ്റ്റ് ഓവർ. 4x ലെഫ്റ്റ് ഓവർ അല്ലെ, ബാലൻസ്. 4x ബാക്കി അല്ലെ, 4x ബാക്കി എന്ന് എഴുതാം. 4 മുട്ട ബാക്കി അല്ലെ, ലെഫ്റ്റ് ഓവർ ബാലൻസ്. അങ്ങനെ തന്നെ എഴുതണം എക്സിൻ്റെ കാര്യമായതുകൊണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് 15 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 പേഴ്സൺസ്? 4 ആളുകൾക്ക് 15 ലിറ്റർ പാല് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് ഇൻ ലിറ്റേഴ്സ്? ഓരോ ആളുകൾക്കും എത്ര കിട്ടും അല്ലേ. ഒരാൾക്ക് എത്ര കിട്ടും? 15 ലിറ്റർ പാലുണ്ട്. അത് 4 ആളുകൾക്കാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ 15/4 ഇൻ ലിറ്റേഴ്സാണ് ചോദിച്ചത്. 15/4 ലിറ്റർ. ലിറ്ററിനെ എല്ലാം കൊണ്ട് ഡിനോട്ട് ചെയ്യാം. നിങ്ങൾ ലിറ്റർ എന്ന് തന്നെ എഴുതണേ. 15-ൽ എത്ര 4 ഉണ്ട്? 4 4 16 3 4 12. 3 4 12. 15-ന്ന് 12 പോയാൽ 5-ന്ന് 2 പോയാൽ 3. അപ്പോൾ നമ്മുടെ ആൻസർ 3. ദെൻ ബാക്കിയുള്ള ബാലൻസിലെ ലെഫ്റ്റ് ഓവർ അല്ലേ 3. ദെൻ 3/4 അല്ലേ. 15/4 ആണ്. അപ്പോൾ ഇവിടെ ഈ /4 അല്ലേ. 15/4 എന്നുള്ളത് 4/4. അതായത് 3 4 12. 12 + 3 15. 15/4 ഇതിന് ഈക്വലാണ് ഇത്. ഓക്കെ, 3/4 ലിറ്റർ എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എമോങ് ഹൗ മെനി പേഴ്സൺസ് ക്യാൻ 15 ലിറ്റർ ഓഫ് മിൽക്ക് ബി ഷെയർഡ് ഇഫ് ഈച്ച് ഈസ് ടു ഗെറ്റ് 4 ലിറ്റേഴ്സ്? അപ്പോൾ ഓരോ ആളുകൾക്കും 4 ലിറ്റർ പാല് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലേ 15 ലിറ്റർ മിൽക്കാണ് ഷെയർ ചെയ്യുന്നത്. എമോങ് ഹൗ മെനി പേഴ്സൺസ് അല്ലേ, എത്ര ആളുകളിലാണ് വീതിക്കുന്നതെന്നാണ് ചോദിച്ചത്. എത്ര ആളുകൾക്ക് കൊടുക്കാം? എമോങ് ഹൗ മെനി പേഴ്സൺസ് ക്യാൻ 50 ലിറ്റർ ഓഫ് മിൽക്ക് ബി ഷെയർഡ് അല്ലേ. 15 ലിറ്റർ മിൽക്ക് എത്ര ആളുകൾക്ക് ഷെയർ ചെയ്യാം അല്ലേ. അപ്പോൾ ആളുകളെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്ര ആൾക്ക് കൊടുക്കാം. അപ്പോൾ എന്താണ് 3/4 ആളുകൾ എന്ന് പറഞ്ഞിട്ട് ആളെ നമുക്ക് കഷ്ണം മുറിക്കാൻ പറ്റുമോ? പേഴ്സണിന് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, പെന്നിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. എഗ്ഗ് അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് മിൽക്കാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലെ എത്ര മിൽക്ക് ഓരോരുത്തർക്ക് കിട്ടുമെന്നാണ് ചോദിച്ചത്. ഇവിടെ എത്ര ആളുകൾക്കാണ് ചോദിച്ചത്. പേഴ്സണിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഇതേപോലെ തന്നെ 15 ലിറ്റർ
15 ലിറ്റർ, ഓരോരുത്തർക്കും 4 ലിറ്റർ ആണെങ്കിൽ 15/4. ഇതേപോലെ തന്നെയാണ് 15/4. അപ്പോൾ നമുക്ക് 3/4 എന്ന് എഴുതാൻ പറ്റില്ല, ഓരോ ആളുകൾക്കാണ് ചോദിച്ചത്. അപ്പോൾ ആളുകളെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം നമുക്ക് എന്താണ് 3 ആളുകൾക്ക് കൊടുക്കാം എന്നുള്ളത് നമ്മുടെ ആൻസർ 3 അല്ലേ. 3 ആളുകൾക്ക് കൊടുക്കാം. ബാക്കി എത്ര ഉണ്ട്? ഇതാണ് ബാലൻസ് അല്ലേ ഈ മുകളിലുള്ളത് അല്ലേ. 3 ലെഫ്റ്റ് ഓവർ, 3 ലെഫ്റ്റ് ഓവർ എന്ന് പറഞ്ഞ് എഴുതാം. 3 പേഴ്സൺസ് അല്ലേ, 3 ആളുകൾക്ക് കൊടുക്കാം. 3 ലിറ്റർ എന്താണ് ബാലൻസ് ബാക്കി ഉണ്ടാവും, 3 ലിറ്റേഴ്സ് ലെഫ്റ്റ് ഓവർ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, ആളുകളാണെങ്കിൽ ലിറ്റർ തന്നെയാണ്, മിൽക്കാണ്, പക്ഷെ എത്ര ആളുകൾക്ക് എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണം, എത്ര ആളുകൾക്ക് പേഴ്സൺ. അതുപോലെ ബോക്സ്, പെന്ന്, അങ്ങനത്തെ നമുക്ക് മുറിക്കാൻ കഴിയാത്തല്ലേ, അതൊന്നും മുറിച്ചിട്ടല്ലല്ലോ ഡിവൈഡ് ചെയ്യുക. ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കുന്ന വസ്തുക്കളാണ്. ആ വസ്തുക്കൾ നമ്മൾ ഫ്രാക്ഷനിലല്ല എഴുതേണ്ടത് അല്ലേ. 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആൻസർ 3 ആളുകൾക്ക് കൊടുക്കാം അല്ലെ, 3 പെന്ന് കൊടുക്കാം. എന്നിട്ട് ഈ ലെഫ്റ്റ് ഓവർ, ഈ ബാക്കി വരുന്ന ഈ ബാലൻസ് അതുപോലെ എഴുതുക. 3 ബാലൻസ്, 3 ലെഫ്റ്റ് ഓവർ, 3 ബാക്കി എന്ന് എഴുതാം. ഈ പേഴ്സൺസ് ഗെറ്റ് 4 ലിറ്റർ ഈച്ച്, 4 ലിറ്റർ ഈച്ച് ആൻഡ് 3 ലിറ്റർ ബാലൻസ് എന്ന് എഴുതാം. 3 ലിറ്റർ ലെഫ്റ്റ് ഓവർ അല്ലേ, 3 ബാക്കി ബാലൻസ് ഉള്ള താഴെ ഭാഗത്തുള്ള 3 ലെഫ്റ്റ് ഓവർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. നമ്മുടെ ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ എന്ന ഈ ചെറിയ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്.